ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്, തേങ്ങാമുറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തേങ്ങാമുറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് തോടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മുട്ടയുടെ മുകളിൽ കുറച്ച് മസാല കവർ ചെയ്തിട്ട് അത് ജസ്റ്റ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. തേങ്ങാമുറി എന്ന് പറയുന്നുണ്ടെങ്കിൽ തേങ്ങ ഉപയോഗിക്കുന്നൊന്നുമില്ല കേട്ടോ, ആ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 സവാള കനം കുറച്ച് അരിഞ്ഞത്, മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന മസാല ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടൊരു 1-2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തത്, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി ചെറുതായി മുറിച്ചതും കുറച്ച് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചതച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി ചോപ്പ് ചെയ്തിട്ടാലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതും കൂടെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്നോടേണ്ട, എന്നാലും ഒന്നങ്ങ് കളർ മാറി വരട്ടെ. ഉള്ളി ഒന്ന് വഴന്ന് ഈ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. അപ്പം ഞാൻ ഇത്ര മസാല ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് മസാലയിൽ മാറ്റം വരുത്താം. നമ്മൾ കുറച്ച് 2 ദിവസം മുമ്പ് ഒരു ബേക്കറി കട്ട്ലറ്റ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിലൊക്കെ മസാല ചെയ്ത പോലെ കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ ഈ ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്ര മസാല ചേർക്കുന്നുള്ളൂ. മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിനി കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട്. ഞാൻ അതിനായിട്ടൊരു 50 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൂടിട്ട് വേവിച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി ചിക്കൻ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പൊട്ടാറ്റോ, അതായത് നമ്മൾ കിഴങ്ങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്തായാലും കുറച്ച് ചിക്കൻ ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീഫ് വേവിച്ച് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മൾ കട്ട്ലറ്റിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഉള്ള ഉരുളക്കിഴങ്ങാണിത്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു വലിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 കിഴങ്ങൊക്കെ എടുക്കുക. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ കിഴങ്ങ് ഒരു 2 പീസാക്കിയിട്ട് തൊലിയോട് കൂടി തന്നെ മുറിച്ചിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ള കിഴങ്ങാണിത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കിഴങ്ങിലേക്കും ചിക്കനിലേക്കും മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ഇട്ടെടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതുകൂടെ കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഒന്ന് തണുത്ത് വരാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഇനി കിഴങ്ങൊക്കെ ഉടയാനുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ മുട്ടയിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. നമ്മളിത് ഷേപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുന്നതിന് മുമ്പ് ഒന്നും കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മുട്ട കൂടെ വേണം. അപ്പോൾ ആ മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുറം ഭാഗം നല്ലൊരു തിക്നെസ്, ക്രിസ്പി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മിക്സിയിൽ ഒന്നങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കുക. കൈ വെച്ചിട്ട് അടിച്ചെടുത്താലും മതി, പക്ഷെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അത് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ വേണം. അപ്പോൾ ഈ 3 സാധനങ്ങളും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുട്ട എടുക്കുക. ഈ മുട്ടയുടെ മുകളിൽ ഈ മസാല കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഈ മുട്ടയിലേക്ക് മസാല നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദയിൽ ജസ്റ്റ് ഒന്ന് അങ്ങ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് കവർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പിടിച്ചു കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വഴുക്കി താഴെ പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ മൈദ കവർ ചെയ്തിട്ടുള്ളത്. ഇതിന് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വലിയൊരു ബോളാക്കിയിട്ടുള്ള മസാല എടുക്കുക. ഈ മുട്ടയുടെ മുകളിലേക്ക് മൊത്തത്തിൽ കുറച്ച് തിക്നെസ്സിൽ തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കുറച്ച് മസാല എടുത്ത് അതിലങ്ങ് പൊതിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെയും കിഴങ്ങിൻ്റെയും മിക്സ് ഈ ഒരു മുട്ടയുടെ മുകളിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക. മസാലയുടെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും മുട്ട എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം.
ഇനി ഇതിൽ നിന്നും മാറ്റി നമുക്കിത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. ശരിക്കും ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്നുകൂടെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു ഡബിൾ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡബിൾ കോട്ടിങ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റ് ഒരു തേങ്ങ പോലെ തന്നെ നമുക്ക് കിട്ടും. കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ കിട്ടും. ഒരു കോട്ടിങ് വെച്ചിട്ടും ഫ്രൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. നല്ല ഷേപ്പ് കിട്ടാനും പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ അതിൽ തന്നെ കറക്റ്റ് പിടിച്ചിരിക്കാനും വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത് ബ്രെഡ് ക്രംസ് ഒക്കെ എണ്ണയിൽ ചാടിപ്പോവും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഒരു തേങ്ങാമുറി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല നാട്ടിലും പല പേരിലായിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി അറിയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് തേങ്ങാമുറി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ 4 മുട്ടയും കറക്റ്റ് എല്ലാം കവർ ചെയ്ത് റോളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഡീപ്പായിട്ടുള്ള ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫ്രൈ ചെയ്യാനായിട്ടും ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം നമുക്ക് ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വേവാനൊന്നുമില്ല. ജസ്റ്റ് അങ്ങ് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നല്ലൊരു കളർഫുള്ളും നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തുന്ന രീതിയിൽ തന്നെ കറക്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1-2 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ കുറച്ച് വലിയൊരു പാൻ എടുത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കുഴിയുള്ളൊരു ചെറിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. മൊത്തത്തിൽ കവർ ചെയ്ത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുട്ട ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇത് കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ചെറിയ തേങ്ങ മുഴുവനോടെ ഉള്ളതുപോലെ തന്നെ തോന്നുന്നില്ല. കറക്റ്റ് ആ ഒരു ഫിനിഷിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങാമുറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒന്നുകൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുറിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും കറക്റ്റ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുക. ആ മുറിച്ച് കഴിയുമ്പോൾ ആ ഒരു ഭംഗിക്കാണ് നമ്മൾ തേങ്ങാമുറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിത് വേറൊരു 1-2 രീതിയിലും കൂടെ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ്റെ ഒക്കെ ഫില്ലിങ് വെച്ചതിന് പകരമായിട്ട് തേങ്ങയുടെ ചമ്മന്തി അരച്ച് ജസ്റ്റ് കവർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് നല്ല റെഡ് കളറിൽ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് വേറൊരു രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ അതെന്തായാലും നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയായിരിക്കും. നല്ലൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്